ഹായ്, ഇന്ന് മീൻ മേടിക്കാനായിട്ട് പോയപ്പോൾ നല്ല പച്ച മങ്കടയാണ് കിട്ടിയത്. ഒത്തിരി നാളായി മങ്കട മേടിച്ചിട്ട്. അതപ്പോൾ കൊണ്ടുവന്ന് നല്ലപോലെ വെട്ടി വൃത്തിയാക്കി എടുത്തു. ഇത് തേങ്ങ വറുത്തരച്ച് കൂട്ടാൻ വെക്കാനാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഒരു 2 പിടി തേങ്ങ ചിരവിയതും ഒരു 2 കൊച്ചുള്ളിയും 1/4 സ്പൂൺ ഉലുവായും കൂടെ ചീനച്ചട്ടിയിലിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ്. ഇതിലേക്ക് ഒരു 2 കതപ്പ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങ ഏകദേശം വറുത്ത് ശരിയായി വരുന്നുണ്ട്. ഇതിനെ എടുത്തിട്ട് നമുക്ക് നല്ല കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മീൻകൂട്ടാന് വേണ്ടിയുള്ള അരപ്പ് റെഡിയായി. ഇനി ഒരു ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് വറ്റൽമുളകും 2 കതപ്പ് കറിവേപ്പിലയും ഇട്ടു. ഇതിലേക്ക് ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മൂപ്പിച്ച് ഒരു 2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ മങ്കട തേങ്ങ അരച്ച് വറുത്തരച്ച് വെക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്, നല്ലൊരു രുചി അതിന്. ഇനി ഇതിലേക്ക് പുളിക്കായിട്ട് ഒരു 5 കുടംപുളി കഷ്ണം കഴുകി വൃത്തിയാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു 3 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴേക്ക് നമ്മുടെ അരപ്പ് തിളച്ച് വരുന്നതേ ഉള്ളേ. അരപ്പ് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. അരപ്പ് നല്ലപോലെ തിളച്ച് പുളിയും ഉപ്പും എല്ലാം നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മങ്കടക്കുട്ടന്മാരെ എല്ലാം പിറക്കി വെക്കാം. പിറക്കി ഒന്ന് ചുറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങ വറുത്തരച്ച അരപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങളൊന്നും ഉടയ്ക്കാതെ ഒന്ന് ഇളക്കി നമ്മൾ വയ്ക്കുന്നുണ്ട്. ഇതും കൂടെ ചേർന്നപ്പോൾ നല്ല പളവള തിളയ്ക്കാൻ തുടങ്ങി. നല്ലൊരു മണമാണ് ഇത് തിളച്ച് വരുമ്പോൾ. ഒരു രുചിയുടെ മേളത്തിൻ്റെ തന്നെ ഒരു മണമുണ്ട്. ആവശ്യത്തിനുള്ള കറിവേപ്പില ഒന്നും കൂടി ഇട്ട് കൊടുത്തു. അടിപൊളി വറുത്തരച്ച മങ്കട കൂട്ടാൻ റെഡിയായി.